നമസ്കാരം. റിതം ഓഫ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ആരോഗ്യപ്രദമായ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അംല ഹെൽത്ത് ഡ്രിങ്ക് എന്നാണ് ഇതിന്റെ പേര് പോലെ തന്നെ പ്രധാന ചേരുവ അംലയാണ്. നമുക്കറിയാമല്ലോ, നെല്ലിക്ക മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്നത് ഹെൽത്ത് ഡ്രിങ്ക് തന്നെയാണിത്. കറ്റാർ വാഴ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ഘടകം നെല്ലിക്കയാണ്. പിന്നെ അതിന് കുറച്ച് മധുരം ചേർക്കുന്നുണ്ട്, പഞ്ചസാര, പിന്നെ കറ്റാർ വാഴയുടെ ഒരു തണ്ട് എടുത്തു, പിന്നെ കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും സാധനം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അവസാനം കുറച്ച് തേനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഹെൽത്ത് ഡ്രിങ്ക് ആക്കി മാറ്റുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് കുറച്ച് നെല്ലിക്ക എടുക്കണം. നെല്ലിക്ക ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറുത്തു പോവും, കളറ് പോവും എന്ന് അറിയാമല്ലോ. കട്ട് ചെയ്ത ഉടനെ അങ്ങ് എടുക്കണം. ഇത് മുറിച്ച് വെച്ച് ഒരല്പ സമയം ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വലിയ നെല്ലിക്ക ആകുമ്പോൾ ഒരു നെല്ലിക്കയൊക്കെ വേണ്ടു. കോൺസെൻട്രേറ്റ് ആയിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. കട്ട് ചെയ്ത് ഇത്രയും നെല്ലിക്കേ ആവശ്യമുള്ളൂ. ഇത് കറ്റാർ വാഴ, അതെല്ലാ വീട്ടിലും ഇപ്പോൾ ഉണ്ടാവുമല്ലോ. കറ്റാർ വാഴ വളരെ ഔഷധമൂല്യമുള്ളതാണെന്നറിയാം. കറ്റാർ വാഴ ഇതിനകത്ത് ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. നമുക്കുണ്ടോ, നമ്മൾ ഇതിനകം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്, അതിൻ്റെ ജെല്ലായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് എടുക്കാം. തൊലി ചെത്തി എടുത്തിട്ട് ഇങ്ങനെ തൊലി ചെത്തിയിട്ട് ഈ സൈഡിൽ നിന്നും കൂടി ചെത്തിക്കളഞ്ഞ് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഇത് എടുക്കാൻ ഒരു മാർഗമുണ്ട്. ലെങ്ത് വൈസ് നമ്മൾ നീളത്തിൽ അത് മുറിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വണ്ണമുള്ള ഒരു തണ്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഞാൻ അങ്ങനെ കുറച്ച് അടർത്തി വെച്ചതാണിത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട്, നീളത്തിൽ നെടുക മുറിച്ചിട്ട് സ്പൂൺ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. കറ്റാർ വാഴ വളരെ നല്ലതാണ്, വളരെ അധികം ഇത് രണ്ടും, നെല്ലിക്കയും വളരെ ഔഷധ ഗുണമുള്ളതാണ്, കറ്റാർ വാഴയും വളരെ ഔഷധ ഗുണമാണ്. അതിനേക്കാളേറെ ഔഷധ ഗുണമുള്ള മറ്റൊരു സാധനമാണ് തുളസിയില, അറിയാമല്ലോ. അപ്പൊ ഇതെല്ലാം വളരെ ഔഷധ മൂല്യമുള്ളതാണ്. നമ്മൾ തേൻ ഏറ്റവും ഗുണമുള്ള സാധനം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. ഇത് വളരെയേറെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നു. ആരോഗ്യം മാത്രമല്ല, സൗന്ദര്യവും വർദ്ധിപ്പിക്കും. നമുക്കിത് ഇതിൽ അടിച്ചെടുക്കാം. ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ നെല്ലിക്ക ഇട്ടു. കറ്റാർ വാഴയുടെ ഇപ്പം ഞാൻ അടർത്തി എടുത്തത് ഈ പീസാണ്. കുറച്ച് അടർത്തി വച്ചപ്പോൾ ഇങ്ങനെ അത് വെള്ളം പോലെ ആയി. കറ്റാർ വാഴയും ഇട്ടു. കറ്റാർ വാഴ ഇങ്ങനെ ജെല്ലി ആയിട്ടാണെന്നുള്ളത് കുട്ടികൾക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. നമ്മൾ ഒരു പിടി തുളസിയില എടുക്കുമ്പോൾ എപ്പോഴും നോക്കണം, അതിൻ്റെ ഇടയിൽ പ്രാണി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി. ഇത് കൃഷ്ണ തുളസിയിലയാണ്. അത് കുറച്ചും കൂടി നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇത് നല്ല ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. കുറച്ച് ഗ്രാമ്പു ഇടുകയാണ്. ഗ്രാമ്പു ഇടുമ്പോൾ ഒരു പ്രത്യേകമാണ്. ഇതിന് ഈ എടുത്ത എല്ലാ സാധനങ്ങളിലും വളരെ ഔഷധ ഗുണമുള്ളതാണെന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മളതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തു. അല്ലാതെ ഈ മോർണിംഗ് വാക്കിനൊക്കെ പോണ ആൾക്കാരൊക്കെ ഇടയ്ക്ക് അത് കഴിയുമ്പോൾ ഒരു അംല ഡ്രിങ്ക് കുടിക്കാറുണ്ട്. അത് പലപ്പോഴും ഉപ്പൊക്കെ ചേർത്തിട്ടായിരിക്കും. ഇത് നമ്മൾ ഹണി ചേർത്തുള്ള ഒരു ഡ്രിങ്കാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് പഞ്ചസാര. നെല്ലിക്കയ്ക്ക് എന്തായാലും കുറച്ച് കയ്പ് ഉണ്ടാവും എന്ന് അറിയാമല്ലോ. അപ്പൊ നെല്ലിക്ക ആയതുകൊണ്ട് നമുക്ക് പഞ്ചസാര കൂട്ടി ചേർക്കാം. എന്നിട്ട് ഭയങ്കര നെല്ലിക്ക ഇതെല്ലാം കൂടി ചേരുമ്പം ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിപ്പോയി തോന്നിയാൽ അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിപ്പോ ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് അടിക്കണം. ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പൊ ഇതിൽ ഞാൻ എന്തൊക്കെ ഇട്ടു എന്ന് ഒന്നുകൂടി പറയാം. നെല്ലിക്ക കട്ട് ചെയ്ത് ആദ്യം ഇട്ടു. കറ്റാർ വാഴയുടെ കുറച്ച് ഒരു 1/4 കപ്പ് കറ്റാർ വാഴയുടെ അകത്തെ ജെല്ലെടുത്ത് ഇട്ടു. പിന്നെ കുറച്ച് ഗ്രാമ്പു, തുളസിയില
പഞ്ചസാരയും കൂടി ചേർത്തു.